വെള്ളാപ്പള്ളി നടേശൻ വലിയ തന്ത്രശാലിയായ ഒരു നേതാവാണ്. എനിക്ക് എല്ലാ സമയത്തും അതാണ് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം പണിയെടുക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പണി ബി ജെ പിക്ക് വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് നന്നായി അറിയാം ബി ജെ പിക്ക് അങ്ങനെ എത്ര എളുപ്പത്തിൽ ഇവിടെ ഒറ്റയടിക്ക് ഈ തൊട്ടു മുന്നിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ BDJS ആകെ 5 വാർഡിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ BJPയെ വളർത്താനും ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായും ഒക്കെ തന്നെയാണ് അദ്ദേഹം ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പലതും നടത്തിയത്. അദ്ദേഹത്തിന് അത് എപ്പോഴും വ്യാഖ്യാനിക്കാനുള്ള പഴുത് അദ്ദേഹം ഇടും. ഞാനിത് ലീഗിനെതിരെയാണല്ലോ പറഞ്ഞത് എന്ന്. മുസ്ലിം വിരുദ്ധ പരാമർശം എന്നൊറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് അത് ലീഗിനെതിരെയാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷം അല്ലെങ്കിൽ CPIM അത് ലീഗിനെതിരെ പറഞ്ഞതാണ് എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യാഖ്യാനത്തെ തൊടാതെ വിഴുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം. സനീഷ് എന്താ തോന്നുന്നു? അത് തന്നെയാണ്. അതായത് ഒന്ന്, ഇപ്പോൾ അദ്ദേഹം ഹർഷനിപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹം BJPക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന്. അദ്ദേഹം പ്ലെയിനായിട്ട് BJPക്ക് വേണ്ടിയിട്ട് എപ്പോൾ പണിയെടുത്ത് തുടങ്ങുമോ അപ്പോൾ BJP തോക്കും. കാരണം കേരള രാഷ്ട്രീയത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രവും വെള്ളാപ്പള്ളി ഇടപെട്ട ചരിത്രവും വെച്ച് നോക്കുകയാണ് അദ്ദേഹം അനുകൂലിക്കുന്ന സംഘങ്ങളെല്ലാം തോൽക്കുക എന്ന നിലയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ BJPക്ക് പ്ലെയിനായിട്ട് എന്ന് വെച്ചാൽ തുറന്ന് വന്നിട്ട് BJPക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ ഇടതുപക്ഷം തോറ്റതുപോലെ BJPയും തോറ്റോളും എന്നാണ് BJPക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ കാർ കയറിയ എന്താ പ്രശ്നം നീ തരാൻ ചോദിക്കുന്നത്, അതിനെ അങ്ങ് മറികടന്ന് പോകാനുള്ളൊരു തന്ത്രം എന്ന നിലക്കായിരിക്കണം. കാർ കയറിയാലുള്ള പ്രശ്നം ആരെങ്കിലും ഒരാൾ കാറിൽ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും തെറ്റ് വിചാരിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കുറഞ്ഞ ആളുകളൊന്നുമല്ലോ കേരളത്തിലെ ജനം. പക്ഷേ അദ്ദേഹം ഹർഷനിപ്പോൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെതിരെ ഒന്നുമല്ല, മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള മുസ്ലിം വിരോധ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ നൗഷാദിൻ്റെ സംഭവത്തിൽ ഏറ്റവും എവിഡൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലത്തേക്ക് വല്ലാത്ത തോതിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്നാൽ പിന്നെ കൈ നീട്ടിയ ഉടനെ എന്നാൽ പിന്നെ കയറിക്കോ നടേശ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കാറിലേക്ക് കയറ്റിയിരുത്തിയത് എന്തായാലും അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ടാണ് ചെയ്തതെന്നങ്ങ് വിചാരിക്കുക. പക്ഷേ അത് നല്ല തിരിച്ചടിക്കാരനായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ പാർട്ടിയും മുന്നണിയും PRN പോലുള്ള നേതാക്കളും ഒക്കെ അത് പ്രത്യേകിച്ച് കാരണമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അതിജീവിച്ച് ശ്രമിക്കാം എന്നല്ലാതെ അദ്ദേഹം ഈ നടത്തിയിരിക്കുന്ന കാര്യം എന്തായാലും ഇടതു മുന്നണിക്ക് നല്ല ദോഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒരു പക്ഷേ വിഷമമാകുന്നുണ്ടാകും. കാരണം എല്ലാവരും കൂടെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ, അതും ചെറിയ ചെറിയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഈ തോൽവിയുടെ കുറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വെള്ളാപ്പള്ളിയെ പറയുമ്പോൾ ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു ചെറിയ വിഷമം ഉണ്ടാകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ആ വിഷമം ഉണ്ടാകണം. കാരണം ഇമാതിരി ശരിയല്ലാത്ത വർത്തമാനങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തെ, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ മറ്റുള്ളവർ പറഞ്ഞാലും അങ്ങനെ സമൂഹത്തിൽ വിഭജിക്കപ്പെടുന്ന മനുഷ്യരെ അവരുടെ അന്തസ്സ് കുറക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏത് മുതലാളി നടത്തിയാലും അവർക്കൊരു തിരിച്ചടി കിട്ടുകയും പിന്നീട് അതിൻ്റെ മുകളിൽ വിഷമിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കുറച്ചൊന്ന് വിഷമിക്കട്ടെ.